ഡിസംബർ 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വാലിയൻ്റെ ചാനലിൽ ഒരു 31 സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഇലക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ 45 സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേങ്കിൽ ചില സ്ഥാനാർത്ഥികളുടെ അസൗകര്യം മൂലം അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ചെയ്തത്രയും വീഡിയോകൾ നമ്മൾ സാധാരണക്കാരൻ്റെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ച് നമ്മൾ നല്ല രീതിയിൽ ആ വീഡിയോ ചെയ്തു. നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ വീഡിയോയെക്കുറിച്ച് ഉണ്ടായത്. നമ്മൾ അതിന് തുടർച്ചയായിട്ട് ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡിസംബർ 9 നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ, ആ ഇലക്ഷനിൽ ഇളങ്കാട് മുതൽ NTR വരെയുള്ള ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള നമ്മൾ വീഡിയോയും ആ പ്രദേശങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. ഏതായാലും കൊള്ളാം, കിടിലൻ ഇലക്ഷനാണ്. അധികാരം ജനങ്ങളിലേക്ക് എത്തുന്ന ആ സുവർണ നിമിഷം അത്യന്തം വാശിയേറിയ ഇലക്ഷനാണ് നടക്കുന്നത്. NTR വരെയുള്ള വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സാഹചര്യം മൂലം നടന്നില്ല. പ്രിയമുള്ളവരെ, വീഡിയോ എല്ലാവരും കറക്റ്റായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. കൂട്ടിക്കൽ പഞ്ചായത്തിലെ നിലവിലുണ്ടായിരുന്ന 13 വാർഡുകളെ കൂടാതെ ഒരു വാർഡ് കൂടെ കൂട്ടി ഇങ്ങനെ 14 വാർഡായിട്ട് മാറ്റി പുതിയ വാർഡ് വിഭജനം നടന്നതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 2025 ഡിസംബർ മാസം 9-ാം തീയതി കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ഡിസംബർ 9-ാം തീയതി നമ്മുടെ ഇലക്ഷൻ നടക്കുന്നു. അതുകൂടാതെ മറ്റ് വടക്കോട്ടുള്ള ജില്ലകളിൽ ഡിസംബർ മാസം 11-ാം തീയതി ഇലക്ഷൻ നടക്കുന്നു. അതിൽ നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷന്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കൂട്ടിക്കൽ ഡിവിഷൻ ഉൾപ്പെട്ട കൂട്ടിക്കൽ പഞ്ചായത്ത് 1-ാം വാർഡ് പറത്താനം മുതൽ 14-ാമത്തെ വാർഡ് വല്ലീറ്റ വരെയുള്ള വാർഡുകളിൽ നമ്മൾ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാം അധികാരം ജനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളോടൊപ്പം വാലിയൻ്റെ ചാനൽ നടത്തുന്ന പ്രോഗ്രാം നമ്മൾ നടത്തിയിരുന്നു. അതിൽ ഏകദേശം 31 സ്ഥാനാർത്ഥികളോടുമായിട്ടുള്ള പ്രോഗ്രാം നമുക്ക് നടത്താൻ സാധിച്ചു. 45 സ്ഥാനാർത്ഥികളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. പക്ഷേ സാഹചര്യം മൂലം പിന്നെ താല്പര്യക്കുറവും മൂലം ഒക്കെ ആയിട്ട് ഒരു 14 സ്ഥാനാർത്ഥികളെ നമുക്ക് വിട്ടുപോയി. നമ്മൾ പരമാവധി ശ്രമിച്ചതാണ്. അവർ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അതൊഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥാനാർത്ഥികളോടുള്ള നമ്മൾ ഒരു 3 ചോദ്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിന് ഉത്തരം മേടിക്കുന്ന പ്രോഗ്രാം നടത്തുകയുണ്ടായി. അതിനുശേഷം 9-ാം തീയതി ഇലക്ഷൻ നടന്നു. ഇലക്ഷനിൽ നമ്മൾ ഇളങ്കാട് മുതൽ, അതായത് ഇളങ്കാട് ടോപ്പ്, കൊടുങ്ങ വാർഡുകൾ ഉൾപ്പെടെ കൊടുങ്ങ R. ശങ്കർ മെമ്മോറിയൽ UP സ്കൂളിൽ വെച്ച് പോളിംഗ് ബൂത്തിൽ വെച്ച് ഇലക്ഷൻ നടന്നു. അതുകൂടാതെ KR നാരായണ സ്മാരക കമ്മ്യൂണിറ്റി ഹാള് ഞെർക്കാട്, അതുപോലെ ശ്രീ ഗാന്ധി മെമ്മോറിയൽ UP സ്കൂൾ ഒളയനാട്, അതുപോലെ തന്നെ JJ മർഫി മെമ്മോറിയൽ ഹൈസ്കൂൾ NTR തുടങ്ങിയ പോളിംഗ് ബൂത്തുകളിൽ അതിൻ്റെ പരിസരത്തുമായിട്ടുള്ള നമ്മുടെ സഞ്ചാരി ആണ് ഈ വീഡിയോയിലുള്ളത്. പുതുക്കിയ വാർഡ് വിഭജനം, അതായത് വാർഡ് വിഭജനം വന്നതിന് ശേഷം 1-ാം വാർഡായ പറത്താനം വാർഡിൽ 1092 വോട്ടർമാരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 855 പേര് മാത്രമേ ഉള്ളൂ. എത്ര ശതമാനം പോളിംഗ് ഇന്ന് നടന്നുള്ള അറിയത്തില്ല. എന്നാലും 855. 2-ാം വാർഡായ താളങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 1008 ഇപ്പോൾ 709 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഏറ്റവും കൂടുതൽ വാശിയേറിയ ഒരു മത്സരം നടക്കുന്നതെന്ന് ജനങ്ങൾ പറയുന്ന ഒരു വാർഡ് കൂടിയാണ് താളങ്കിൽ.
മൂന്നാമത്തെ വാർഡ് പ്ലാപ്പള്ളിയിൽ 732 വോട്ടുകളാണുള്ളത്. അതായത് 1000 വോട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 732. നാലാമത്തെ വാർഡ് ചാത്തൻ പ്ലാപ്പള്ളി 970 വോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 618 വോട്ടുകൾ മാത്രം. ഇതിലെല്ലാം പ്രത്യേകത പറഞ്ഞാൽ ഈ 618 വോട്ടും 732 വോട്ടൊക്കെ ഉള്ളിടത്ത് അതിൻ്റെ ഒരു 70% കൂടുതലൊന്നും പോളിംഗ് നടക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. പല ആൾക്കാരും സ്ഥലത്തിലില്ലാത്തതും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അഞ്ചാമത്തെ വാർഡായ എളങ്കാട് ടൗൺ വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന 945 സ്ഥാനത്ത് ഇപ്പോൾ 659 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ആറാം വാർഡ് കൊടുങ്ങായിൽ നേരത്തെ ഉണ്ടായിരുന്ന 1120, ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് 808 വോട്ടുകളാണ്. കൊടുങ്ങായിൽ നിന്ന് നമ്മൾ കണ്ടതനുസരിച്ച് താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു പോളിങ് കൊടുങ്ങായി നടക്കുന്നുണ്ട്. പിന്നെ അത് കാണുന്ന നമുക്ക് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ എളങ്കാട് ടോപ്പ് വാർഡും കൂടി അവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ജനത്തിരക്കായിട്ട് തോന്നുന്നത്. 2 വാർഡിലെ ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യാൻ വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എളങ്കാട് ടോപ്പ് വാർഡിൽ അതേ എണ്ണം തന്നെ 1120 ഉണ്ടായിരുന്നത് ഇപ്പോൾ 744 വോട്ടർമാർ മാത്രമേ ഉള്ളൂ. എളങ്കാട് ടോപ്പിലെ സ്ഥിതിയും ഈ 741 പേരിൽ പല ആൾക്കാരും താമസം മാറിപ്പോയിട്ടുണ്ട്. വോട്ടൊക്കെ അവിടെ കാണും, പക്ഷെ വാടകയ്ക്കൊക്കെ ആയിട്ട് മാറിപ്പോയേക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിലും ഒരുപാട് ശതമാനം കുറവായിരിക്കും നമ്മുടെ അവിടെ വോട്ട് നടക്കുന്നത്. എട്ടാം വാർഡ് ഒളയാട് വാർഡിലും 1011 വോട്ടിന് സ്ഥാനത്ത് ഏതാണ്ട് 950 മേളിലുള്ള വോട്ടുകളേ ഉള്ളൂ. 957 വോട്ടുകൾ മാത്രം. ഒമ്പതാം വാർഡ് എന്തയാർ ടൗൺ 1028 വോട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1022 വോട്ടുകൾ. അതായത് ഇപ്പം നമ്മൾ കണ്ടു വന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ള ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ എന്തയാർ ടൗൺ വാർഡാണ്. ആ 1022 വോട്ടിൽ എത്ര ശതമാനം വോട്ട് നടക്കുമെന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കില്ല. പത്താം വാർഡ് തേമ്പഴി ഈസ്റ്റാണ്. പത്താം വാർഡ് തേമ്പഴി ഈസ്റ്റ് 939 വോട്ടുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതൊരു 800 ചില്ലുവാന വോട്ടുകളുമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പതിനൊന്നാം വാർഡ് 936 വോട്ടാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പം 865 വോട്ട് ആയിട്ട് മാറി. അതുപോലെ കൂട്ടിക്കൻ ടൗൺ വാർഡിലും 1000 മേളിൽ വോട്ട് 1014 വോട്ടോളം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ 735 വോട്ടുകളായിട്ട് മാറ്റപ്പെട്ടു. അതുപോലെ കൂട്ടിക്കൽ ചപ്പാത്ത് വാർഡ് 13ാമത്തെ വാർഡ്, അവിടെ 768 വോട്ടുകളേ ഉള്ളൂ. 1050 ഉണ്ടായിരുന്നതാണ്. 14ാമത്തെ വാർഡ് വെല്ലീറ്റ ഏതാണ്ട് 840 വോട്ടുകൾ. അപ്പോൾ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ആ വോട്ടുകൾ നല്ല ശതമാനം ഡിവൈഡ് ചെയ്തപ്പം വ്യത്യാസം വന്നിട്ടുണ്ട്. വാർഡിൽ വോട്ടുകൾ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കണക്കിന് ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ജനങ്ങളിലേക്ക് കൂടുതൽ എത്താനുള്ള സാധ്യതകളുണ്ട്. പോളിംഗ് ശതമാനം എത്രയാകണമെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. ഇപ്പം എന്നുവെച്ചാൽ നല്ല കുഴപ്പമില്ലാത്തൊരു ശരാശരി കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് പുറത്തൊക്കെ ജോലിക്ക് പോയവരൊക്കെ ഉള്ളതുകൊണ്ടും വോട്ടിംഗ് ശതമാനം അല്പം കുറവ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനി വാർഡുകളുടെ അതിർത്തികളും വാർഡുകളുടെ ഏരിയയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാം വാർഡായ പർത്താനം വാർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വടക്ക് ഭാഗം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുമായിട്ടും ആനക്കുഴി റോഡ് താളങ്കൽ എസ്റ്റേറ്റ് ബൗണ്ടറി, അങ്ങനെയാണ് അതിൻ്റെ വടക്ക് ഭാഗം അതിർത്തി. അതിൻ്റെ കിഴക്ക് ഭാഗം അതിർത്തി എന്ന് പറഞ്ഞാൽ മുണ്ടക്കയം പൂഞ്ഞാർ റോഡ് CBU ഗ്രാനൈറ്റ്സ് മുതൽ SNDP ഗുരുവന്തരം കവല വരെയാണ് അതിൻ്റെ കിഴക്ക് ഭാഗത്തെ അതിർത്തി. 10 ഏക്കർ നടപ്പാത, കോന്തിയാമഠം, മടിക്കാങ്കൽ, ഒടിച്ചൂത്തി, ലിങ്ക് റോഡ്, നടുപ്പുറമ്പിൽ വലരി റോഡ്, അങ്ങനെയാണ് അതിൻ്റെ കിഴക്ക് ഭാഗം കിടക്കുന്നത്. തെക്ക് ഭാഗം എന്ന് പറയുന്നത് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്നു. പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത് പാറത്തോട് ഗ്രാമപഞ്ചായത്തും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തുമായിട്ട് അങ്ങനെ പർത്താനം വാർഡ് അതിർത്തി പങ്കിടുന്നു. അതാണ് നിലവിൽ പർത്താനം വാർഡിൻ്റെ ബൗണ്ടറി. അടുത്ത നമ്മുടെ രണ്ടാമത്തെ വാർഡ് താളങ്കൽ വാർഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ താളങ്കൽ വാർഡിലെ അതിൻ്റെ വടക്ക് ഭാഗം പുറപ്പുന്താനം എസ്റ്റേറ്റ് റോഡും മാത്തുമല സെമിത്തേരി റോഡും കൂട്ടിക്കൽ പ്ലാപ്പള്ളി റോഡ്, പാലമറ്റം റോഡ് എന്നിവയാണ് അതിർത്തി പങ്കിടുന്നത്.
ഇതിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് താളങ്കൽ തോട് പഞ്ചായത്ത് നടപ്പാതയും CN രാജിപ്പടി റോഡും കൂട്ടിക്കൽ പ്ലാപ്പള്ളി റോഡ് നടക്കൽ കാന അതാണ് അതിൻ്റെ കിഴക്ക് ഭാഗത്തെ അതിർത്തി. തെക്ക് ഭാഗത്തെ അതിർത്തി എന്ന് പറയുന്നത് ചോലത്തടം കാവാലി റോഡ്, അതുപോലെ മുട്ടമ്പടി റോഡ്, താളങ്കൽ തോട് അതൊക്കെയാണ് അതിൻ്റെ തെക്ക് ഭാഗത്തെ അതിർത്തി. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി എന്ന് പറയുന്നത് കല്ലുകുണ്ടത്തോട് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് അതിർത്തിയും താളങ്കൽ എസ്റ്റേറ്റ് അതിർത്തിയുമാണ്. അപ്പോൾ നമ്മുടെ താളങ്കലും ഒരു പഞ്ചായത്തുമായിട്ട് കൂടി അതിർത്തി പങ്കിടുന്നുണ്ട്. അതായത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തുമായിട്ട് കൂടി അതിർത്തി പങ്കിടുന്നുണ്ട്. തെക്ക് ഭാഗം എന്ന് പറയുന്നത് പാലമറ്റം മല്ലരി താളങ്കത്തോട് മുട്ടമ്പടി റോഡ് കാവാലി ചോലത്തടം റോഡാണ്. അതിൻ്റെ പടിഞ്ഞാറ് അതിർത്തി എന്ന് പറയുന്നത് കല്ലുമുണ്ടത്തോടും പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തുമാണ്. അടുത്ത നമ്മുടെ മൂന്നാമത്തെ വാർഡ് പ്ലാപ്പള്ളി വാർഡാണ്. പ്ലാപ്പള്ളി വാർഡിൽ അതിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തും കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പാലമറ്റം റോഡ് മാത്തുമല പത്തേക്കർ ജംഗ്ഷനുമാണ്. പ്ലാപ്പള്ളി എസ്റ്റേറ്റ് കയ്യാൻ ഇങ്ങനെയാണ് അതിൻ്റെ കിഴക്കേ അതിർത്തി. അടുത്ത നമ്മുടെ നാലാമത്തെ വാർഡ് ചാത്തൻപ്ലാപ്പള്ളി വാർഡിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് അതിർത്തിയും കിഴക്ക് ആനക്കയം റോഡ് പന്തലാനി നടപ്പാതയും മൗണ്ട് റോഡ് മേനോൻകര ടോപ്പും കൂന്തമ്പാറയും ആണ്. തെക്ക് ഭാഗം പത്തേക്കർ റോഡ് പോത്തമ്മൽ റോഡ് സെൻറ് തോമസ് റോഡ് മട്ടുക്കാവിൽ വലരി, അതുപോലെ മുണ്ടപ്പള്ളി റോഡ് വള്ളക്കാട് റോഡ്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് പ്ലാപ്പള്ളി എസ്റ്റേറ്റ് കയ്യാരിയും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തും. അഞ്ചാം വാർഡ് എന്ന് പറയുന്നത് ഇളങ്കാട് ടൗൺ വാർഡാണ്. ടൗൺ വാർഡിന്റെ വടക്ക് ഭാഗം കൊടുങ്ങാത്തോട് കൊടുങ്ങാ റോഡ് കൊടുങ്ങ അടിവാരം റോഡ് പുരയിടത്തിൽ ഭാഗം പ്രൈവറ്റ് റോഡ് അങ്ങനെയാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പുല്ലയ്യാറും തെക്ക് ഭാഗം എന്ന് പറയുന്നത് നെർക്കാട് തോടും വട്ടക്കുന്നേൽ വാലുമേൽ കുന്നത്ത് ഭാഗം കാനയുമാണ്. അതുപോലെ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് മൗണ്ട് റോഡ് മേനോങ്കര ടോപ്പ് കയ്യാല പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തുമാണ്. ആറാം വാർഡ് എന്ന് പറയുന്നത് കൊടുങ്ങാ വാർഡാണ്. കൊടുങ്ങാ വാർഡിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് പുല്ലയ്യാറും കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ബ്ലാക്കരത്തോട് ബ്ലാക്കര ടോപ്പ് ഭാഗവും തെക്ക് ഭാഗം എന്ന് പറയുന്നത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വാഗമൺ കുരിശുമല റോഡ് ഇളങ്കാട് കോലാലമേട് റോഡ് കല്ലുകുരിൽ എസ്റ്റേറ്റ് എന്നിങ്ങനെയാണ്. അതുപോലെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് കൊടുങ്ങാ തോട് കൊടുങ്ങ അടിവാരം റോഡ് ഒരിടത്തിൽ ഭാഗം പ്രൈവറ്റ് റോഡ് തുടങ്ങിയവയാണ്. ഏഴാം വാർഡിൻ്റെ ഇളങ്കാട് ടോപ്പ് വാർഡാണ് ഏഴാം വാർഡ്. ഏഴാം വാർഡിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തും പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തുമാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പുല്ലയ്യാറ് കൊക്കയാറ് ഗ്രാമപഞ്ചായത്ത്. തെക്ക് ഭാഗം എന്ന് പറയുന്നത് കോലാലമേട് കള്ളിവേലിൽ എസ്റ്റേറ്റ് റോഡും കോലാലമേട് ഇളങ്കാട് കുരിശുമല റോഡുമാണ്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ബ്ലാക്കര തോടും ബ്ലാക്കര ടോപ്പ് ഭാഗവുമാണ്. അടുത്ത എട്ടാം വാർഡ് ഒളയാട് വാർഡാണ്. ഒളയാട് വാർഡിൻ്റെ വടക്ക് ഭാഗം മൗണ്ട് റോഡും മേനാങ്കര ടോപ്പ് കയ്യാലയുമാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പുല്ലയ്യാറും നെർക്കാട് തോടുമാണ്. തെക്ക് ഭാഗം വട്ടക്കുന്നേലും വാലുമേൽ കുന്നത്ത് കാന. പടിഞ്ഞാറ് ഭാഗം മുണ്ടപ്പള്ളി റോഡ് വള്ളക്കാട് റോഡ് ആനക്കയം റോഡ് പന്തലാനി ഭാഗം നടപ്പാതയുമാണ്. ഒമ്പതാം വാർഡ് ഏന്തയാർ ടൗൺ വാർഡ്. പോത്തമ്മൽ റോഡ് സെൻറ് തോമസ് റോഡ് മടിക്കാവിൽ വലരിയാണ് വടക്ക് ഭാഗത്തെ അതിർത്തി. കിഴക്ക് ഭാഗത്തെ അതിർത്തി എന്ന് പറയുന്നത് പുല്ലയ്യാറാണ്. തെക്ക് ഭാഗത്തെ അതിർത്തി മുണ്ടപ്പള്ളി റോഡും. പടിഞ്ഞാറ് പഴയ ഫാക്ടറി കാനയും മാത്തുമല റോഡ് ശുഭാനന്ദാശ്രമം കാനയാണ് ഏന്തയാർ ടൗൺ വാർഡിൻ്റെ അതിർത്തി. പത്താം വാർഡായ തേമ്പടി ഈസ്റ്റ് വാർഡിൻ്റെ വടക്ക് ഭാഗം പോത്തമ്മല റോഡും പഴയ ഫാക്ടറി കാനയുമാണ്. കിഴക്ക് ഭാഗം പുല്ലയ്യാറും മാത്തുമല ഏന്തയാർ റോഡും. തെക്ക് ഭാഗം നടന്ന് ഊരിക്കൽ മാത്തുമല നടപ്പാതയും പുറപ്പന്താനം ഭാഗം റോഡ് തേമ്പുഴ വെസ്റ്റ് റോഡും നടപ്പാതയാണ്. പടിഞ്ഞാറ് ഭാഗം മാത്തുമല ചാത്തമ്പിള്ളി റോഡും മാത്തുമല കോളേജ് ഭാഗം റോഡും ആണ്. അടുത്ത 11ാമത്തെ വാർഡ് വെട്ടിക്കാനം വാർഡാണ്. വെട്ടിക്കാനം വാർഡിൻ്റെ വടക്ക് ഭാഗം ഊരിക്കൽ മാത്തുമല നടപ്പാതയും പുറപ്പന്താനം ഭാഗം റോഡും തേമ്പുഴ വെസ്റ്റ് റോഡും നടപ്പാതയാണ്. ഒരു കിഴക്ക് ഭാഗം പുല്ലയ്യാറ്. തെക്ക് ഭാഗം എന്ന് പറയുന്നത് പൊട്ടംകുളം കാനയും വാഴപ്ലാക്കൽ കാനയുമാണ്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് പുറപ്പന്താനം എസ്റ്റേറ്റ് റോഡും സെമിത്തേരി റോഡും മാത്തുമല പ്ലാപ്പിൾ റോഡും. 12ാം വാർഡായ കൂട്ടിക്കൽ ടൗൺ വാർഡ്. വടക്ക് കൂട്ടിക്കൽ ഔട്ട് പോസ്റ്റ് ഇരുന്നക്കുറ്റി വെടിയേറ്റർ റോഡും ഉഴച്ചുകുത്തി തോടുമാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പുല്ലയ്യാറും തെക്ക് ഭാഗം എന്ന് പറയുന്നത് പൊട്ടംകുളം കാനയും വാഴംപ്ലാക്കൽ കാനയുമാണ്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് താളങ്കൽ എസ്റ്റേറ്റ് ബൗണ്ടറി താളങ്കൽ തോട് പഞ്ചായത്ത് നടപ്പാത താളങ്കൽ കാവാലി റോഡ് CN രാജിപ്പടി റോഡ് തുടങ്ങിയവയാണ്. 13ാമത്തെ വാർഡായ കൂട്ടിക്കൽ ചപ്പാത്ത് വാർഡ്. പൊട്ടംകുളം എസ്റ്റേറ്റ് ബൗണ്ടറി വടക്ക് ഭാഗവും
കിഴക്ക് ഭാഗം കൂട്ടിക്കൽ ഔട്ട് പോസ്റ്റ് ഈനക്കുറ്റി വെല്ലീറ്റർ റോഡും ഒടിച്ചുകുത്തി തോടും തെക്ക് ഭാഗം പുല്ലയ്യാറ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തുമാണ്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയും സബ് സ്റ്റേഷൻ വരരി മുതലാണ്. അടുത്ത 14ാമത്തെ വാർഡ് വെല്ലീറ്റയുടെ വാർഡിൻ്റെ വടക്ക് ഭാഗം ഒടിച്ചുകുത്തി റോഡും താളങ്കിൽ എസ്റ്റേറ്റ് ബൗണ്ടറിയും നടുപ്പുറമ്പിൽ വലരിയുമാണ്. കിഴക്ക് കൊട്ടംകുളം എസ്റ്റേറ്റ് അതിർത്തി, തെക്ക് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത്. പടിഞ്ഞാറ് മുണ്ടക്കയം പൂഞ്ഞാർ റോഡിൽ CU ഗ്രാനൈറ്റ് മുതൽ ഗുരുമന്ദിരം കവര വരെയും കവരയിൽ നിന്ന് 10 ഏക്കർ നടപ്പാതയും 10 ഏക്കർ കൂന്തിയാവണം മടിക്കാങ്കൽ ഒടിച്ചുകുത്തി റോഡുമാണ്. ഇതോട് നമ്മൾ നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ 14 വാർഡിൻ്റെയും അതിർത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഉളയനാട് വാർഡിൻ്റെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ 8ാം വാർഡായ ഉളയനാട് വാർഡിലെ വോട്ടർമാർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും ഓരോ പോളിംഗ് ബൂത്തിന് പരിസരത്തുള്ള ദൃശ്യങ്ങളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ഇളങ്കാട് മുതൽ ഏന്ത്യാർ വരെയുള്ള 4 പോളിംഗ് ബൂത്തുകൾ അതിൻ്റെ പരിസരത്തുള്ള വീഡിയോകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഏതായാലും നല്ലൊരു പോളിംഗ് ശതമാനവും ആൾക്കാരുടെ സഹകരണവും ഒക്കെ കാണാൻ നമുക്ക് സാധിച്ചു. നമ്മൾ കൂടുതലായിട്ട് കൂട്ടിക്കൽ പഞ്ചായത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഈ വീഡിയോയിലുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് നമുക്ക് കിട്ടിയ അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്ന പോലെ തന്നെയുള്ള ക്രമീകരണങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ നടത്തുവാണെങ്കിൽ ജനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ വന്നോട്ടനെ വോട്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കും. പക്ഷേ സാധാരണ നമ്മൾ കണ്ടുവരുന്ന പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് ഒരുപാട് നേരം നിന്ന് ബുദ്ധിമുട്ടുന്നതാണ്. പക്ഷേ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് വന്ന് യാതൊരു തടസ്സവും കൂടാതെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇന്നത്തെ വോട്ടിൻ്റെ ഒരു പ്രധാന ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് 3 തവണയും കൂടെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സൗണ്ട് കേൾക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക ആശങ്കയുണ്ട്. അതിൻ്റെ കാരണം ഓരോ തവണയും നമ്മൾ ഓരോ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയ്യുന്ന സമയത്ത് ഓരോ സൗണ്ട് കേട്ടിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും ആശങ്ക ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ 3 തവണ കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. അതൊരു ആശങ്ക ഉണ്ടായി. അതുപോലെ പോളിങ്ങിലുള്ള ആ പ്രിസൈഡിങ് ഓഫീസർമാർ അത് കൃത്യമായി ഇടപെട്ട് ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞ് വിടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇനിയുള്ള ഇലക്ഷനുകളിലൊക്കെ ഇതിലേക്ക് ഒരു കാര്യമായ ഒരു മാറ്റം വരുത്തി ഇനിയുള്ള ഇലക്ഷനുമായിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറച്ചുകൂടെ അറിവ് ഇക്കാര്യത്തിൽ ലഭിക്കുന്നതായിരിക്കും. നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ ഭരണം ഉള്ളത്. ഇപ്പം നിലവിലെ ശക്തമായ പോരാട്ടം നടത്തി ആ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ നമ്മുടെ UDF തുടർച്ചയായി 15 വർഷം പര്യടനം നടത്തിയ ഒരു പഞ്ചായത്താണ് കൂട്ടിക്കൽ പഞ്ചായത്ത്. അപ്പോൾ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ശക്തമായ പോരാട്ടവുമായി UDFും അതുപോലെ തന്നെ ഒരു സാന്നിധ്യം അറിയിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി ദേശീയ ജനാധിപത്യ മുന്നണി സഖ്യവും ഈ ഇലക്ഷനിൽ രംഗത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനോഹരമായ ഇലക്ഷനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഇടുക്കി ജില്ലയായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ പഞ്ചായത്താണ് കൂട്ടിക്കൽ പഞ്ചായത്ത്. കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത അതിർത്തി എന്ന് പറയുന്നത് കൊക്കയാർ പഞ്ചായത്ത്. അതുപോലെ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസായ വാഗമണിലേക്ക് പോകാനുള്ള ഒരു പ്രവേശന കവാടവും കൂടെ നമ്മുടെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഗമൺ റോഡിൻ്റെ പണികൾ തീർന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള യാത്ര ഇതുവഴി കൂട്ടിക്കൽ പഞ്ചായത്ത് വഴി വളരെ എളുപ്പമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നാട്ടുകാരുടെ അതുപോലെ വോട്ടർമാരുടെ അഭിപ്രായമായിട്ടൊന്നും രേഖപ്പെടുത്താത്തതെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേർതിരിവും കാര്യങ്ങളൊക്കെ കാണിക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ 5-6 വരെയുള്ള വീഡിയോ നിങ്ങൾ കാണുക, കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. പ്രിയമുള്ളവർ, നമുക്കിനി നമ്മുടെ സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. അതായത് 1-ാം വാർഡായ വർത്താനം വാർഡിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എലിസബത്ത് സാബുവാണ്. അവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി റോസമ്മ മടിക്കാങ്കലാണ്. അതുപോലെ BJP സ്ഥാനാർത്ഥി ജോമോളാണ്. NDA സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ജോമോളാണ്. അതുകൂടാതെ തന്നെ അവിടെ ഒരു സ്വതന്ത്രയും കൂടെ മത്സരിക്കുന്നുണ്ട്, ബീന ഷാലറ്റ് എന്ന് പറയുന്ന സ്വതന്ത്ര ഒരു ശക്തമായ സാന്നിധ്യം അറിയിച്ച് മത്സരിക്കുന്ന ഒരു വാർഡാണ് വർത്താനം വാർഡ്. ഇനി നമുക്ക് 2-ാം വാർഡായ താളങ്കൽ വാർഡിനെ നോക്കാം. താളങ്കൽ വാർഡിൽ
അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശാലിനി രമേശാണ്. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷീന ബൈജു ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. മോൻസി മോഹനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, എൻ ഡി എ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി മോൻസി മോഹനും. അങ്ങനെ താളങ്കിലെ 3 ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന, പ്രവചിക്കാൻ പറ്റാത്ത ഒരു വാർഡാണ് താളങ്കൽ വാർഡ്. 3-ാം വാർഡായ പ്ലാപ്പള്ളി വാർഡ് പരിചയസമ്പത്ത് കൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ ആയിരുന്ന ജെസ്സി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും, അതുപോലെ മേഴ്സി ടീച്ചർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും, ജയലക്ഷ്മി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായിട്ടും ഒരു നല്ല മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലമാണ് പ്ലാപ്പള്ളി വാർഡ്, 3-ാം വാർഡായ പ്ലാപ്പള്ളി. കൂട്ടിക പഞ്ചായത്തിലെ 4 സ്ഥാനാർത്ഥികളുള്ള മറ്റൊരു വാർഡാണ് ചാത്തൻപിള്ളപ്പള്ളി വാർഡ്. 4-ാം വാർഡായ ചാത്തൻപിള്ളപ്പള്ളി വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജോസ്ന റോയ് ആണ് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അതുപോലെ ശാന്താബായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, സുജ ടി വി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, രജനി സലീലൻ സ്വതന്ത്രയായിട്ടും മത്സരിക്കുന്ന ഒരു വാർഡാണ് ചാത്തൻപിള്ളപ്പള്ളി വാർഡ്. അതുപോലെ ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടക്കുന്ന വാർഡാണ് 5-ാം വാർഡായ ഇളങ്കാല ടൗൺ വാർഡ്. ഇളങ്കാല ടൗൺ വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിന്ധു മുരളീധരനാണ്. നിലവിലെ പഞ്ചായത്ത് മെമ്പറാണ് സിന്ധു മുരളീധരൻ. അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജിജോ കാരക്കാട്ടാണ്. അതുപോലെ അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വാസന്തി ഉത്തമനാണ്. അതുപോലെ അവിടുത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടെ ഇവിടെ മത്സരിക്കുന്നുണ്ട്, രാജേഷ് താഴത്തേടത്ത് എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടെ ഉള്ള ഒരു വാർഡാണ് 5-ാം വാർഡായ ഇളങ്കാല ടൗൺ വാർഡ്. അടുത്തത് വാർഡ് 6 കൊടുങ്ങ വാർഡിലാണ് മറ്റൊരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് വോട്ടർമാർ പൊതുവെ പറയുന്ന ഒരു വാർഡാണ് കൊടുങ്ങ വാർഡ്. കൊടുങ്ങ വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അനീഷ് പാറേക്കുന്നനാണ്. അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിന്ധു അനിൽകുമാറാണ്. അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദിനേശ് പി ജിയാണ്. അടുത്തത് ഇളങ്കാട് ടോപ്പ് വാർഡാണ്. ഇളങ്കാട് ടോപ്പ് വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രേഷ്മ പ്രദീപാണ്. അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജിമോളാണ്. ഷൈനി അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ഒരു ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് 8-ാം വാർഡായ മുളയനാട് വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സജിമോൻ പി എസ് ആണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ അദ്ദേഹം ശക്തമായ മത്സരം രംഗത്തുണ്ട്. അവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറുടെ ആൻസി അഗസ്റ്റിനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ പി എൻ റെജിമോനാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. അടുത്തത് ഈ പഞ്ചായത്തിലെ 4 സ്ഥാനാർത്ഥികളുള്ള 4-ാമത്തെ വാർഡായ 9-ാം വാർഡായ ടൗൺ വാർഡാണ്. നവാസ് പി എ ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, കെ ആർ രാജി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ ആലീസ് തോമസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അവിടെ അബ്ദു ആലസമ്പാട്ടിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അങ്ങനെ 4 സ്ഥാനാർത്ഥികളുള്ള മറ്റൊരു വാർഡാണ് എൻ.ടി.ആർ ടൗൺ വാർഡ്. അതായത് 9-ാം വാർഡായ എൻ.ടി.ആർ ടൗൺ വാർഡ് 4 സ്ഥാനാർത്ഥികളുള്ള മറ്റൊരു പ്രധാന വാർഡാണ്. അടുത്തതായിട്ട് 10-ാം വാർഡായ തേമ്പടി ഈസ്റ്റ് വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷൈലയാണ്. അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുൻ ബ്ലോക്ക് മെമ്പർ കൂടിയായ അനു ഷിജു ആണ്. അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബീന ടി വി ആണ്. അടുത്തത് വാർഡ് 11 വെട്ടിക്കാനത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബിസ്മിയാണ്. അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷീബ ടീച്ചറാണ്. അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുനിമോളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ 3 സ്ഥാനാർത്ഥികളുള്ള വാർഡാണ് വാർഡ് 11 വെട്ടിക്കാനം. അടുത്ത വാർഡ് 12 മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബിജോയ് ജോസാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. അതുപോലെ പരിചയസമ്പത്ത് കൊണ്ട് ശ്രദ്ധേയനായ ആന്റണി കടപ്പിളാക്കലാണ് അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. അതുപോലെ വി ജെ തോമസ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ 3 സ്ഥാനാർത്ഥികളുള്ള വാർഡാണ് വാർഡ് 12 കൂട്ടിക്കൽ ടൗൺ വാർഡ്. അടുത്തത് വാർഡ് 13 കൂട്ടിക്കൽ ചപ്പാത്ത് വാർഡാണ്. കൂട്ടിക്കൽ ചപ്പാത്ത് വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് കൺവീനർ കൂടെയായ കെ എസ് മോഹനാണ്. അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സോബിൻ സോമനാണ്. അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്യാമയാണ്. ഏറ്റവും അവസാനമായി നമ്മൾ പരിചയപ്പെടുന്ന വാർഡാണ് വാർഡ് 14 വല്ലിറ്റയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി
ജേക്കബ് തോമസ് ആണ്. അവിടുത്തെ LDF സ്ഥാനാർത്ഥി ശ്രീകുമാറാണ്. അവിടെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി സതീഷാണ്. അങ്ങനെ നമ്മൾ 14 വാർഡിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ 31 സ്ഥാനാർത്ഥികളുമായി നമ്മൾ അഭിമുഖം നടത്തി. അതിൽ നമ്മളുമായിട്ട് സഹകരിക്കാത്ത അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളോട് പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത സ്ഥാനാർത്ഥികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അത് നമ്മുടെ ആദ്യം തൊട്ടടുത്തുള്ള വാർഡായ എലങ്ങാട്ടോപ്പ് വാർഡിലെ 3 സ്ഥാനാർത്ഥികളെ, രേഷ്മയും ഷൈനിയും രാജിമോളും, അങ്ങനെ 3 സ്ഥാനാർത്ഥികളെ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ 10-ാം വാർഡിലെ ഷൈല, അതുപോലെ 11-ാം വാർഡിലെ സുനിമോൾ, 12-ാം വാർഡിലെ VJ തോമസ്, അതുപോലെ 13-ാം വാർഡ് ചപ്പാത്തിലെ ശ്യാമ, 14-ാം വാർഡിലെ സതീഷ്, അതുപോലെ നമ്മുടെ 4-ാം വാർഡിലെ രജനി സലീന്, അതുപോലെ ശാന്താബായി 4-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ നമ്മുടെ 14-ാം വാർഡിലെ ശ്രീകുമാർ, വെല്ലീറ്റ വാർഡിലെ ശ്രീകുമാർ LDF സ്ഥാനാർത്ഥി, അതുപോലെ 2-ാം വാർഡിലെ ഷീന ബൈജു LDF സ്ഥാനാർത്ഥി, അതുപോലെ 2-ാം വാർഡിലെ BJPയുടെ സ്ഥാനാർത്ഥി മോൻസി, അങ്ങനെ തുടങ്ങി ഇത്രയും സ്ഥാനാർത്ഥികൾ 14 പേരുമായിട്ടുള്ള അഭിമുഖം നമുക്ക് നടത്താൻ സാധിച്ചില്ല. അതിൽ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുന്നു. നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള പ്രോഗ്രാം നടത്തും എന്നാണ് അവകാശപ്പെട്ടിരുന്നത് വാലിയൻ്റ് ചാനൽ. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഇത്രയും സ്ഥാനാർത്ഥികളുമായിട്ട് മാത്രമേ നമുക്ക് പ്രോഗ്രാം നടത്താൻ സാധിച്ചുള്ളൂ. എല്ലാവരും സദയം ക്ഷമിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാൻ സാധിക്കുമോ സാധാരണക്കാരന് എന്നുള്ളതായിരുന്നു. അതിൽ ഏതാണ്ട് 80% ആൾക്കാർ തന്നെ അതിൻ്റെ അകത്ത് 4 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാൻ സാധിക്കുകയില്ല എന്നുള്ള മറുപടി തന്നെയാണ് നമുക്ക് നൽകിയത്. ഒരു വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അതിൽ എന്ത് സഹായം ചെയ്തു കൊടുക്കാമെന്നുള്ളതിന് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായ പഠനങ്ങൾ സ്ഥാനാർത്ഥികൾ നൽകുകയുണ്ടായി. അതിൽ ഏറ്റവും ശരിയായ ഉത്തരവ് എന്ന് പറയുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ ബാക്കിയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തുക കൂട്ടിക്കിട്ടുന്നതിനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ സന്നദ്ധ സംഘടനകളുടെ സഹായം സ്വീകരിക്കുക. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതി അവലംബിക്കുക. സർക്കാർ നിർദ്ദേശമനുസരിച്ച് തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതി അവലംബിക്കുക. അവർക്ക് വേണ്ട സഹായങ്ങൾ നേടിക്കൊടുക്കുക. അവർക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകുക. അവർക്ക് തുക കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വാർഡ് മെമ്പർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഭീമഹർജി തന്നെ ഓരോ വാർഡ് തലത്തിലും മെമ്പർമാർക്ക് സ്വീകരിച്ച് തന്നെ അത് സർക്കാർ തലത്തിൽ എത്തിക്കാനുള്ള ഒരു നല്ലൊരു ശ്രമം നടത്താം. അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും ആരും വെച്ചില്ല. അങ്ങനെയുള്ള നല്ല ഉത്തരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും മറുപടി തന്ന് ഇതിൽ ഉത്തരങ്ങൾ പറഞ്ഞു തന്ന് സർക്കാരിൻ്റെ സംവിധാനങ്ങളോട് അടുത്ത് നിന്ന് നേടിത്തരുമെന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായിട്ട് വളരെ നല്ല മറുപടികളാണ് എല്ലാ സ്ഥാനാർത്ഥികളും നൽകിയത്. അവരാൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകി, കാർഷിക മേഖല നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നുള്ള കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ അക്കാര്യത്തിൽ ഓരോന്ന് പുതിയ നിർദ്ദേശങ്ങൾ വെച്ച് തന്നെ സംസാരിക്കുകയുണ്ടായി. അതുപോലെ റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടു. വളരെ നല്ലൊരു കാര്യമാണ് അക്കാര്യത്തിൽ. നമ്മുടെ കാർഷിക മേഖലയുടെ ഉണർവ് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു അനക്കം സംഭവിക്കുകയുള്ളൂ, നമ്മുടെ വിപണി മെച്ചപ്പെടുകയുള്ളൂ. അതിൽ ഏറ്റവും നല്ല മറുപടികൾ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം കർഷക സംഘടനകൾ രൂപീകരിക്കുക. കർഷക സംഘടനകൾ, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക. ആ സഹകരണ സംഘങ്ങൾ വഴി ഇതിന് മെച്ചപ്പെട്ട വില കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇതൊക്കെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട അതുപോലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ടതെല്ലാം സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഘടകമാണ്. അതിനായി ഇനി ജയിച്ചു വരുന്ന പഞ്ചായത്ത് മെമ്പർമാർക്ക് സാധിക്കട്ടെ. നമുക്ക് വിപണി ഉണരാനുള്ള സഹായം ഇവരിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.